ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ അതിഥിയായി പാസ്റ്റർ PG മാത്യൂസ് ഉണ്ട്. പാസ്റ്റർ PG മാത്യൂസിനെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹം ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റിൻ്റെ അസിസ്റ്റൻ്റ് ഓവർസിയറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മാത്രമല്ല പെന്തക്കോസ്റ്റ് പ്രസ് അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലോബൽ മീഡിയ പെന്തക്കോസ്റ്റൽ അസോസിയേഷൻ്റെ ജനറൽ പ്രസിഡന്റ് കൂടിയാണ്. മറ്റൊത്തിരി പദവികളും കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. സന്ദർഭവശാൽ നമുക്ക് പിന്നീട് ആ കാര്യങ്ങൾ പറയാം. എന്നാൽ അതിനേക്കാളൊക്കെ അദ്ദേഹത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഇന്നും ഈ പ്രായത്തിലും തെരുവിൽ നിന്ന് സുവിശേഷം പറയുന്നതിൽ അഗ്രഗണ്യനാണ്. അത് അദ്ദേഹത്തിൻ്റെ ജീവവായു പോലെ അദ്ദേഹം തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ അച്ഛാ, സ്വാഗതം. പാസ്റ്റർ PG മാത്യൂസിനോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ തമ്മിലുള്ള പരിചയം എന്ന് തുടങ്ങിയാന്ന് എനിക്കറിയത്തില്ല. VM മാത്യൂസ് സാറിൻ്റെ കൂടെ ഞാൻ നടക്കുന്ന കാലത്ത് ഞാലിയാവഴി ചർച്ച് ഓഫ് ഗോഡ് സഭയിൽ അച്ഛൻ പാസ്റ്റർ ആയിരിക്കുന്ന കാലം മുതലുള്ള പരിചയമാണ്. ദീർഘവർഷം, ഒരു 30 വർഷത്തിന്റെ പരിചയമുണ്ട് ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, അച്ഛനെ കുറിച്ച് ഈ തെരുവിൽ പ്രസംഗിക്കുന്നത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒന്നേ ഉള്ളൂ, രക്ഷാമാർഗം ഒന്നേ ഉള്ളൂ, രക്ഷാമാർഗം യേശുക്രിസ്തു എന്നും പറഞ്ഞ് ഇപ്പോഴും തെരുവിൽ പ്രസംഗിക്കാറുണ്ട്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പോൾ 73 വയസ്സായി. 73. അതെ. ഈ പ്രായത്തിലും തെരുവിൽ പോയി നിന്ന് ഈ സുവിശേഷം ഇങ്ങനെ പ്രസംഗിക്കാനായിട്ട് ഉള്ള പ്രചോദനം എന്താ അതിൻ്റെ പുറകിൽ അച്ഛനെ പ്രേരിപ്പിക്കുന്നത്? അച്ഛൻ്റെ പ്രായമുള്ള ആരും എന്ത് ചെയ്യാറില്ല, നമ്മുടെ ലീഡർഷിപ്പിലുള്ള ആരും എന്ത് ചെയ്യാറില്ല, തെരുവിൽ പോലെ. അച്ഛൻ്റെ പ്രായമുള്ളവരല്ല, ഏതെങ്കിലും ഒരു കൗൺസിലൊക്കെ അംഗമായി കഴിഞ്ഞാൽ പിന്നെ പരസ്യത്തിനൊക്കെ ആളുകൾ വളരെ പോകാൻ മടിയാണ്. അപ്പോൾ ഈ പ്രായത്തിലും അത് തുടരുന്നതിൻ്റെ ഒരു കഥയൊന്ന് പറഞ്ഞു. അത് കർത്തദാസൻ സാങ്കുട്ടി, അത് ഞാൻ രക്ഷിക്കപ്പെട്ട് വിശ്വാസസ്നാനം സ്വീകരിക്കുന്ന 1970 ആ വിശ്വാസസ്നാനം സ്വീകരിക്കുന്ന ആ സന്ദർഭം തന്നെ സുവിശേഷ ശുശ്രൂഷയ്ക്കുള്ളൊരു വിളി കർത്താവ് എനിക്ക്. അതായത് ഒരു ഏകദേശം ഏത് പ്രായത്തിലാണ്? അത് 18 വയസ്സ്. ഒരു പ്രീ ഡിഗ്രി പഠനകാലം, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. എന്നാൽ നമുക്ക് ഈ പരസ്യത്തിലേക്ക് കയറുന്നതിന് മുമ്പേ ആ കഥയൊന്ന് പറയാം. ഈ എങ്ങനെ രക്ഷിക്കപ്പെട്ട് ഈ പെന്തക്കോസ്തിലോട്ട് വരുന്നത്? ഞാൻ എൻ്റെ മാതാപിതാക്കൾ മർത്തോമ സഭയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. എൻ്റെ അമ്മ ഒരു കുലീന ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ട സഹോദരിയെ മർത്തോമയിൽ കല്യാണം കഴിപ്പിച്ചു. ഓക്കെ. അപ്പോൾ എൻ്റെ അമ്മ 14 വയസ്സ് പ്രായമുള്ള സമയത്ത് കുറിയന്നൂർ മർത്തോമ ശാലേംപള്ളിയുടെ ഒരു കൺവെൻഷന് സംബന്ധിക്കുക. അങ്ങനെ സംബന്ധിക്കുമ്പോൾ കുമാരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന പ്രസംഗകൻ പറഞ്ഞു. പ്രസംഗകൻ കൊച്ചുഞ്ഞുപദേശിയായിരുന്നു, സാധു കൊച്ചുഞ്ഞുപദേശി. അപ്പോൾ കൊച്ചുഞ്ഞുപദേശി ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ 14 വയസ്സുള്ള എൻ്റെ അമ്മ അടുത്ത ഉപദേശിയുടെ അടുത്തോട്ട് പോയി ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ അമ്മയോട് പറയുകയാണ്, നിനക്കുണ്ടാകുന്ന ആദ്യാതിനൊരു സുവിശേഷകനാകുന്നു. ഈ 14 വയസ്സുള്ള കൊച്ചിനോട് പറയുക ഒരു പ്രവചനം പോലെ പറയാ. പക്ഷെ ആ വാക്കുകൾ എൻ്റെ അമ്മ ഹൃദയത്തിൽ അങ്ങ് താലോലിച്ചു. കർത്താവിനെ കുറിച്ച് മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറഞ്ഞ പോലെ. യു ആർ റൈറ്റ്. അങ്ങനെ ഒരു പശ്ചാത്തലം അതിൻ്റെ പുറകിലുണ്ട്. ഓക്കെ. പിന്നെ അതിന് ശേഷമായിട്ട് എൻ്റെ അമ്മ പുതുപ്പറമ്പിൽ മാരാമണ്ണ പുതുപ്പറമ്പിൽ കുടുംബത്തിൽ. അല്ല, നിങ്ങളുടെ കുടുംബം വെച്ചുച്ചിറയല്ലേ? അല്ലല്ല, ഞങ്ങളുടെ റൂട്ട് തുടങ്ങുന്നത് മാരാമണ്ണ. എബ്രഹാം അൽപ്പാന്റെ കാലം മുതൽ തന്നെ പുതുപ്പറമ്പ് ഞങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രമുണ്ട്. സഭയുമായിട്ട് ബന്ധപ്പെട്ട് യാക്കോബയിലായിരുന്നു. എബ്രഹാം അൽപ്പാന്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബം. അതെ. യു ആർ റൈറ്റ്. അപ്പോൾ അങ്ങനെ ചേർന്ന് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമായിട്ട് എൻ്റെ മദറിനെ എൻ്റെ ഫാദർ വിവാഹമൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ വെച്ചുച്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്ത്, വെച്ചുച്ചിറ പഞ്ചായത്തിൽ കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. പക്ഷേ എൻ്റെ ഫാദറിൻ്റെ ഫാദറും ഒക്കെ ചേത്തക്കൽ ഇടമുറി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. എൻ്റെ വല്യപ്പൻ എൻ്റെ ഫാദറിന് 7 വയസ്സ് പ്രായമുള്ള എൻ്റെ ഫാദറിനെ ഇങ്ങനെ നടത്തിക്കൊണ്ടാണ് വന്നത്.
അന്ന് ജീവിക്കാൻ പരുവൊന്നും ഇല്ലാത്തത് കൊണ്ട് കൃഷി ചെയ്ത് ജീവിക്കാൻ വേണ്ടി എല്ലാവരും കർഷകരാണല്ലോ. കർഷകരാ. അപ്പോൾ അന്ന് റാണിപ്പാല അന്നിങ്ങനെ ഈ കുടിയേറി പോകുന്ന ഒരു രീതിയാണ്. അപ്പോൾ നല്ല ഫെർട്ടൈസ്ഡ് പ്ലേസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് എൻ്റെ വല്യപ്പൻ എൻ്റെ അപ്പനെ കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോയി. റാണിപ്പാലമൊന്നുമില്ല, അങ്ങനെ പുഴയൊക്കെ കടന്ന് ചേർത്തക്കൽ ഇടമുറി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നു. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിലാണ് എൻ്റെ യൗവനപ്രായത്തിലാവുമ്പോൾ എൻ്റെ മാതാവുമായിട്ട് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 2 മക്കൾ, എൻ്റെ മൂത്ത 2 സഹോദരികൾ ജനിച്ചു. അതിനുശേഷം ഒരു മകനെ കിട്ടിയാൽ കൊള്ളാവുന്നൊരു താല്പര്യം എൻ്റെ ഫാദറിനുണ്ട്. എൻ്റെ അമ്മ ഹൃദയത്തിൽ താലോലിക്കുന്നുണ്ടോ മറ്റേ കാര്യം കൊച്ചുപദേശം പറഞ്ഞ കാര്യം. പക്ഷെ ആദ്യത്തെ 2 മക്കളും പെൺമക്കളായി പോയി. അപ്പൊ പ്രത്യേകിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആൺകൊച്ച് ജനിച്ചില്ലെങ്കിൽ കുടുംബത്തിന് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അത് ശരിയായില്ല. അത് വളരെ കറക്റ്റാണ്. അന്നത്തെ പശ്ചാത്തലങ്ങളൊക്കെ അങ്ങനെയാ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദർ ഈ മന്നപുരതി എന്ന് പറയുന്ന സ്ഥലത്ത് മൈനത്തരുവി കൊലക്കേസൊക്കെ പത്തനംതിട്ട ജില്ലയിൽ റാന്നിക്കടുത്ത്, അവിടെ സാധനം കൊണ്ട് വിൽക്കാൻ, പച്ചക്കറി സാധനങ്ങൾ കൊണ്ട് വിറ്റതിന് ശേഷമായിട്ട് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു കൊട്ടയിലാക്കി, വലിയ വല്ലം കൊട്ടയ്ക്കാക്കിക്കൊണ്ട് എൻ്റെ ഫാദർ ഇങ്ങനെ ഞങ്ങളെ പോറ്റി പുലർത്താൻ വേണ്ടി ആ കൊട്ടയ്ക്കകത്ത് സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നിങ്ങനെ വീട്ടിലോട്ട് പോവാ. അങ്ങനെ പോകുമ്പോൾ ചേത്തക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വന്നപ്പോൾ ഒരു യോഗം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ മനസ്സിലായത് സുവിശേഷയോഗമെന്ന് മനസ്സിലായി. പിന്നെ ഒന്നുകൂടെ സെർച്ച് പെന്തിക്കോസിൻ്റെ യോഗമാണെന്ന് അദ്ദേഹത്തിന് ഒരു തോന്നൽ വന്നു. അദ്ദേഹം ഈ സാധനങ്ങൾ തലയിൽ വെച്ചുകൊണ്ട് ആ പാവപ്പെട്ട എൻ്റെ ഫാദർ ഇങ്ങനെ നിൽക്കുക, വഴിയോരത്ത് ഇങ്ങനെ നിൽക്കുക. ഇന്നിപ്പോൾ പാട്ട് പാടുന്നു, തമ്പറടിച്ച് പഴയ ഉപദേശികൾ ഇങ്ങനെ ഒന്ന് പാടുമല്ലോ, അങ്ങനെ പാടുന്ന അവസരത്തിൽ എൻ്റെ ഫാദർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കൊർന്നേലിയോസ് പ്രാർത്ഥിച്ചതുപോലെ, എൻ്റെ ദൈവമേ എനിക്കൊരു മകനെ കിട്ടുകയാണെങ്കിൽ, മകനെ തരണേ, മകനെ കിട്ടുകയാണെങ്കിൽ ആ ഉപദേശിയെ പോലെ ആക്കണമേ എന്ന് എൻ്റെ അപ്പൻ തലയിൽ കൊട്ടയിൽ സാധനം വെച്ചുകൊണ്ട് വഴിയോരത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ചേത്തക്കൽ ഇങ്ങനെ സുവിശേഷം നടക്കുന്നിടത്ത് നിന്ന് പിതാവ് പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു മകനെ കിട്ടുകയാണെങ്കിൽ അവനെ ഞാൻ ഇതുപോലെ ആക്കണം, ഇതുപോലെ ഉപദേശിയെ പോലെ ആക്കണമെന്ന്. ഓക്കെ. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഇത് ഒരു ഗവേഷണ പഠനത്തിൽ ഏർപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ഈ യോഗം ഈ ചർച്ച് ഓഫ് ബോർഡിൻ്റെ ആദ്യകാലത്ത് ചേത്തക്കൽ നടന്നൊരു യോഗമായിരുന്നെന്ന് പിന്നത്തേതിൽ എനിക്ക് ആ പഠനത്തിലൂടെ മനസ്സിലായിട്ടുണ്ട്. ചർച്ച് ബോർഡിൻ്റെ വേലയൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അവിടെ ഒരു സ്ഥിരം കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അതിന് ശേഷമായിട്ട് അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ പരസ്യവും സാങ്കുട്ടി സാർ ചോദിച്ചതുപോലെ പരസ്യത്തിൻ്റെ പശ്ചാത്തലം എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയിൽ വന്നപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്കുള്ള വിളി അന്നേരം തന്നെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറയാതിരിക്കാനൊക്കത്തില്ല, ട്രാക്ട് കൊടുക്കാതിരിക്കാനൊക്കത്തില്ല, സുവിശേഷം മറ്റാളുകളുമായിട്ട് സംസാരിക്കാതിരിക്കാനൊക്കത്തില്ല. അങ്ങനെ ഒരു കോളിംഗ് ഉണ്ട്, ഒരു സ്ഥിതി അങ്ങ് ഉണ്ടായി, മനസ്സിലായി, എന്നിൽ അങ്ങ് ലയിച്ചു. അപ്പോൾ അങ്ങനെയുള്ളപ്പം സുവിശേഷം പറയണമെന്നുണ്ട്. അപ്പോൾ പറയണമെന്നുള്ള സമയത്ത് ദൈവം എന്നോട് പറഞ്ഞു, എനിക്ക് പ്രസംഗത്തിൻ്റെ മറ്റാളുകൾ പ്രസംഗിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇന്ന് പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കുമ്പോൾ ജോൺ ഹസ് ഇങ്ങനെ പറഞ്ഞു, സ്പർജൻ ഇങ്ങനെ പറഞ്ഞു, മൂഡി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ സ്പർജൻ ചെയ്തതുപോലെ, ജോൺ വെസ്ലി ഉരുവിട്ടതുപോലെ, അല്ലെങ്കിൽ പോയതുപോലെ, ഇങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. ഇതൊന്നും എനിക്ക് അറിയത്തില്ല, ഇടയ്ക്കുള്ള വാക്കുകളൊന്നും അറിയത്തില്ല. എൻ്റെ സാങ്കുട്ടി ദൈവം എന്നോട് പറഞ്ഞു, അതാണ് ഭയങ്കരം, വാക്യങ്ങൾ മാത്രം പഠിച്ചിട്ട് പറയാൻ പറഞ്ഞു. അതൊരു പ്രത്യേകമായ വാക്യങ്ങൾ മാത്രം. അപ്പോൾ പരസ്യസ്ഥലത്ത് നിന്നിട്ട് വാക്യങ്ങൾ മാത്രം, ദൈവവചനം മാത്രം, അത് 3/4 മണിക്കൂർ സമയം ഇപ്പോഴും പറയാം, ആ വാക്യങ്ങൾ പറയാം. അതായിരുന്നു ആദ്യത്തെ പ്രസംഗം. എങ്ങനെ തുടങ്ങുന്നത്? നമുക്ക് തമ്മിൽ വാദിക്കാവുന്ന യഹോവ ചെയ്ത് നിങ്ങളുടെ പാപങ്ങൾ കടിച്ചു പാരുമ്പോൾ ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്നവന് നശിച്ചു പോകാതെ നിത്യവും പ്രാപിക്കേണ്ടതിന് ദൈവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നെന്നുള്ള വിശ്വാസിയും എല്ലാവർക്കും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ അവനെ കൈക്കൊണ്ട്
അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവത്തിൻ്റെ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുണ്ട്. ക്രൂശിന്മേൽ കയറി അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചൂള പോലെ കത്തുന്ന ദിവസം വരുന്നു. ഇങ്ങനെ അങ്ങ് പറയുക, ഇങ്ങനെ അങ്ങ് പറയുക. ഈ വോയിസ് മോഡുലേഷൻ ഒക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ വോയിസ് ചെറിയ ചേഞ്ച് ഉണ്ട്. ഓരോന്നിന് ആവശ്യമുള്ള ആ പിന്നെ ഒരു ഗാംഭീര്യമൊക്കെ കൊടുത്ത് അങ്ങനെയാ പറയുന്നത്. ഓക്കെ, അങ്ങനെ 1 മണിക്കൂർ സമയം പറയത്തക്കോണം ദൈവം എന്നെ അങ്ങ് പഠിപ്പിച്ചു. ഓക്കെ, ഇത് 18ാമത്തെ വയസ്സിലാണ്. 18ാമത്തെ വയസ്സാ. 1970 മാർച്ച് 29 വിശ്വാസ സ്നാനം സ്വീകരിച്ചത്. അതിന് ശേഷമായിട്ടാ. ഓക്കെ, 52 ജനിച്ചത്. 52 ജനുവരിയിലാന്ന് ഓർക്കണം. ഓക്കെ, അപ്പോൾ അതിങ്ങനെ പറയുക. ഇങ്ങനെ പറഞ്ഞ് മലമുകളിൽ നിന്നുകൊണ്ട്, പിന്നീട് ചന്തസ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, പരസ്യ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട്, കവലകളിൽ നിന്നുകൊണ്ട് ഇത് പറഞ്ഞ് ഒരു സുവിശേഷപരമായ ഒരു വലിയൊരു വിപ്ലവം തന്നെ ഞങ്ങളുടെ ദേശങ്ങളിൽ ഉണ്ടാകുക. അപ്പം ഈ കൂടെ പോയി പറയാൻ ആളുണ്ടോ? ഇല്ല, ഒറ്റയ്ക്കാ. ആദ്യമൊക്കെ ഒറ്റയ്ക്ക് തന്നെയാ പറയുന്നത്. ആരും കളിയാക്കിയിട്ടൊന്നുമില്ലേ? ചിലരൊക്കെ ഇങ്ങനെയൊക്കെ വലിയ കളിയാക്കൊന്നുമില്ല. പിന്നെ ചിലരൊക്കെ ഇങ്ങനെ പുതുപ്പറമ്പില് കൊച്ചുദേശി ചില ആളുകളൊക്കെ ഇത് വലിയ കുഴപ്പം പറ്റിയോ അങ്ങനെയൊക്കെയുള്ള മനസ്സിലായി. അങ്ങനെ സ്വാഭാവികമായിട്ട് തോന്നാലോ, നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ. അങ്ങനെ പറഞ്ഞില്ലേ. അപ്പൊ ഈ നമ്മളെ സാമാന്യം വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആ നിലയിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത ഉള്ള ആളുകളുണ്ട്. എന്നാലും വളരെ പിന്നെ പുതുപ്പറമ്പിലെ മാത്തുക്കുട്ടി ഉപദേശി എന്നൊക്കെ നായന്മാരെ ആളുകളൊക്കെ വളരെ വളരെ ബഹുമാനപൂർവ്വമായിട്ട്. ഈ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ഈ മർത്തോമ സഭയിലെ ഒരു നല്ല വിശ്വാസ കുടുംബമാണ് അല്ലേ? ഒരു നല്ല ഭക്തിയുള്ള കുടുംബം ആണ്. ഭക്തിയുള്ള കുടുംബം, നല്ലൊരു കുടുംബ പശ്ചാത്തലങ്ങളുണ്ട്. കുന്നത്തെ മർത്തോമ സ്കൂളൊക്കെ സ്ഥാപനത്തിന് വേണ്ടി എൻ്റെ ഫാദറും പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പല ആളുകൾ കൃപയിൽ വന്നു. ഓക്കെ, ഈ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പം ഇങ്ങനെ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? അപ്പനും അമ്മയൊക്കെ എന്തുവാ? അപ്പനും അമ്മയും ആദ്യം ഒരു വിരുദ്ധമായ നിലയിലുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. ഏതാ, വലിയ സ്ട്രോങ് ആയിട്ടല്ല, എന്നാലും മോനെ അങ്ങനെ പോകണ്ടായിരുന്നു. ഇതിൻ്റെ അകത്ത് പെന്തിക്കോസിൽ പോയി ഇങ്ങനെ ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള. സ്നാനപ്പെട്ടപ്പോഴൊന്നും എതിർത്തൊന്നും ഇല്ലേ? അതോ സ്നാനപ്പെട്ടപ്പോൾ എതിർപ്പില്ല, എന്നാലും ഇത് വേണോന്നൊരു ചിന്ത അവർക്കുണ്ട്. സപ്പോർട്ടിങ് ഇല്ല. അങ്ങനെ ശല്യമൊന്നുമില്ല, ഇത് ശല്യമൊന്നുമില്ല. എന്നാൽ ഇത് ആവശ്യമാണോ? ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇങ്ങനെ സ്നാനപ്പെട്ടല്ലോ സ്വർഗത്തിൽ പോകത്തുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ എല്ലാ മർത്തമാരെല്ലാം നരകത്തിൽ പോകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പം എതിരെന്ന് പറയാനൊക്കത്തില്ല, പക്ഷെ അങ്ങനെ ഒരു പശ്ചാത്തലത്തില്ല. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരാരും വന്നിട്ടില്ലല്ലോ ഈ നിലയിൽ. അപ്പോൾ നമ്മുടെ നാട്ടിലെ നാടോടി പാട്ടുകൾ പോലെ പെന്തിക്കോസിൽ ചേരണം, കപ്പയും മീനും തിന്നണം, ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളല്ലേ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ നിന്ന് മാറി ഇത് വരും. അന്നൊക്കെയും ഈ റാന്നി ഭാഗത്തൊന്നും ഈ പറയുന്ന പോലെ ഒത്തിരി പെന്തിക്കോസുകാരൊന്നും ഇല്ല. ഞങ്ങളുടെ ഏരിയയിൽ വളരെ കുറവായിരുന്നു, വളരെ കുറവ്. പക്ഷെ ഇപ്പൊ ആ ഇടമുറി ആ ഭാഗത്തെല്ലാം കണ്ടമാനം പെന്തിക്കോസുകാരല്ലേ. ഇപ്പൊ എന്തുവാ കണക്കുകൾ പറയുന്നത്, രാഷ്ട്രീയ കണക്കുകളൊക്കെ പറയുന്നത് പെന്തിക്കോസുകാർ നല്ല പങ്ക്. ഇപ്പം അവിടെ റാന്നി ഈ നിയമസഭാ മണ്ഡലത്തിൽ തന്നെ വലിയൊരു ശക്തിയായിട്ട് പെന്തിക്കോസ് മാറി. വലിയ വളർച്ച, അതെ, വളരെ വലിയ വളർച്ച. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ സുവിശേഷ താല്പര്യമുള്ള ഒരു ബാല്യം അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് തന്നെ അങ്ങനൊരു ഇതുണ്ടായി. അങ്ങനെ ഉണ്ടായി. എന്നാലും ഈ പെന്തിക്കോസിലോട്ട് പോകാനുള്ളൊരു പ്രത്യേക കാരണം എന്തുവാ? അത് സാമൂട്ടി, അതിന് കാര്യമായൊരു കാര്യമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു മാനസാന്തരത്തിൻ്റെ ഒരു ഭക്തിയുടെ ഒരു അനുഭവത്തിലൂടെ ഇങ്ങനെ മുൻപോട്ട് ഇങ്ങനെ പോവുക. കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു പയ്യൻ ഇങ്ങനെ പോവുക. എന്നാലും മനസ്സിൽ പാപിയാണെന്നുള്ള ബോധ്യതയുണ്ട്. അതുണ്ട്. ഏതാ നീതീകരിക്കപ്പെട്ട രക്ഷാനിർണയ
ഉറപ്പൊന്നും ആയിട്ടില്ല. ഉറപ്പായിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേന് എൻ്റെ കൂടെ പഠിക്കുന്ന റാന്നി കോളേജിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ബ്രദർ, ഒരു സ്നേഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് പരീസ് എന്ന്. അദ്ദേഹം എന്തോ കാരണത്താൽ, അത് 5ാം ക്ലാസ് മുതൽ എൻ്റെ ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആളാണ്, വളരെ അടുത്ത സ്നേഹിതൻ. 10 വരെ പഠിച്ചു. അതിനുശേഷം കോളേജിൽ പോയപ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരിക്കും. ആ പുള്ളി എന്തോ കാരണത്താൽ ആത്മഹത്യ ചെയ്തു. ഈ 18ാമത്തെ വയസ്സിൽ ഈ പുള്ളി ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ഒരു ഒഴിഞ്ഞൊരു വീട്ടിൽ ഇങ്ങനെ ഞാന്ന് കിടക്കുക. അപ്പോൾ അതൊരു നാട്ടിലെല്ലാം വലിയ ഭീതിയാണ്. അന്നത്തെ കാലത്ത് പിന്നെ ഒരു ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ്. അത് ഗ്രാമവാസികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു, ഇതെല്ലാം അറിയുന്നു. അങ്ങനെ ആയപ്പോഴത്തേന് ഈ ഡെഡ് ബോഡി കാണാൻ ഞാനും പോയി. വല്ലാത്തൊരു ഹൊറിബിൾ കാഴ്ചയായിരുന്നു. അപ്പോൾ അതിനെ തുടർന്ന് ഞാൻ കൂടുതൽ ഈ യേശു ക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷത്തെക്കുറിച്ചും ദൈവജനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്ന്, അപ്പോൾ ആ ചിന്തയിലൂടെയാണ് ഞാനൊരു വീണ്ടും ജനനത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് വന്നു. ഞാനിങ്ങനെ തന്നെ ഇരുന്ന് ദൈവമേ കർത്താവേ യേശുവേ അങ്ങേക്ക് സ്തോത്രം എന്നൊക്കെ ഇങ്ങനെ പറയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എനിക്കൊരു ബോണഗെയിൻ അനുഭവം ഉണ്ടാകുക. അങ്ങനെയാണ് ഈ അനുഭവത്തിലേക്ക്, വിശ്വാസപാതയിലേക്ക് ഒരു കാലെടുത്ത് വെക്കുന്നത്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരന് റാന്നി കോളേജിലുള്ള വേറൊരു വിൽസൺ കടവിൽ എന്ന് പറയും. വിൽസൺ കടവിൽ ഇപ്പോൾ കാനഡയിലുള്ള എന്നോട് പറഞ്ഞു, ഇവിടെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ട്, അത് നമുക്കൊന്ന് പോയാലെന്താന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് പോകാമല്ലോ. യോഗത്തിന് അങ്ങനെ പോയി. അപ്പോൾ യോഗത്തിന് അവിടെ ചെന്നപ്പോഴത്തേന് ഒരാൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നു. അപ്പോൾ ഞാൻ ഉടനെ ഇങ്ങനെ ചിന്തിക്കുക, പെന്തിക്കോസുകാർക്കൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, പ്രത്യേകിച്ച് അന്നത്തെ കാലമല്ലേ. അപ്പോൾ എൻ്റെ ഈ പരിമിതമായിട്ടുള്ള എൻ്റെ ഗ്രാമ പശ്ചാത്തലത്തിൽ അങ്ങനെ പോയതാ. മനസ്സിലായി. അങ്ങനെ ചിന്തിച്ചു, ഇവിടെ പെന്തിക്കോസുകാർക്കൊക്കെ ഇംഗ്ലീഷൊക്കെ അറിയാമല്ലോ, ഒരാൾ ഇംഗ്ലീഷിൽ നിന്ന് പ്രസംഗിക്കുന്നു. അപ്പോൾ അന്നത്തെ കൺവെൻഷൻ ഇന്നത്തെ കൺവെൻഷൻ തമ്മിലുള്ളൊരു വ്യത്യാസം ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പുറകിൽ പോയി എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ എന്നെ കൊണ്ടുപോയതാണ്. ആദ്യമായിട്ടാണ് ഒരു പെന്തിക്കോസ് യോഗത്തിന്. അതൊരു എന്തോ ടൈപ്പ് യോഗമാണെന്ന് നമുക്കറിയത്തില്ല. പിന്നെ മനസ്സിലായി ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഒരു ജനറൽ കൺവെൻഷൻ ആയിരുന്നു. പിന്നത്തേതിൽ പഠനങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇന്നത്തെയോ അന്നത്തെയോ അല്ല, ചെറിയൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനിങ്ങനെ പുറകെ നിൽക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയാണെന്ന് പിന്നെ മനസ്സിലായി. ബ്രദർ എവിടാ? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വന്നതാ, കൂടാൻ വേണ്ടി വന്ന. എവിടാ ഇവിടെ? എന്നാ പരിചയപ്പെട്ടിട്ട് പുള്ളി ഇങ്ങനെ സുവിശേഷം എന്നോട് പറയാം. അപ്പോൾ ഈ മുളക്കര ബൈബിൾ കോളേജിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നു അത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, സ്ഥാനപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിയാ, ദൈവവൈതല. ഏതാ സ്ഥാനപ്പെട്ടോന്ന് ചോദിച്ചു. ഇല്ല, സ്ഥാനപ്പെട്ടൊന്നുമില്ല. അങ്ങനെ പറഞ്ഞതിന് ശേഷമായിട്ട് പുള്ളി എൻ്റെ അഡ്രസ്സൊക്കെ കുറിച്ചെടുത്തു. ഏതാ? അപ്പോൾ ഇന്നത്തെ കൺവെൻഷൻ അന്നത്തെ കൺവെൻഷനായിട്ടുള്ള അന്നത്തെ ജനങ്ങളുടെ സുവിശേഷകരുടെ ദാഹം ഏതാ? പുള്ളി ഇങ്ങനെ പുള്ളി പിന്നെ കൂടെ കത്തയക്കും എനിക്ക്. പിന്നെ ഞാനിങ്ങനെ എൻ്റെ ചരിത്ര വഴിയിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്ത് വന്നിട്ട് പുള്ളിയുടെ ഭാഷയായിട്ടിരുന്നു. വൈ എബ്രഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ബോംബെ ചെമ്പൂരൊക്കെ ചട്ടക്കൊണ്ട് പാസ്റ്ററായിരുന്നു. പുള്ളി ഇങ്ങനെയൊക്കെ പഠിച്ച് വന്ന് ഇളമ്പൽ സഭയിലെ മെമ്പറായിരുന്നു. പിന്നെ എനിക്ക് അവസാനം പിടികിട്ടി ഞാൻ പുള്ളിയുടെ പാസ്റ്ററായിട്ടിരുന്നു. അപ്പോൾ മനസ്സിലായി പുള്ളി ആയിരുന്നെന്ന്. അത് അങ്ങ് നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രേരക ശക്തിയായിട്ട് ഈ വിൽസൺ ഇങ്ങനെ നിൽക്കുന്നു. പിന്നീട് ഉള്ളതെന്ന് പറയുന്നത് എൻ്റെ സെൽഫ് സ്റ്റഡി. ബൈബിൾ ഇങ്ങനെ പഠിച്ച് സെൽഫ് സ്റ്റഡിയുണ്ട്. പിന്നെ അതിൻ്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്ന മൂന്നാമത്തെ ശക്തി എന്ന് പറയുന്നത് PJ ജോർജ് എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. വെച്ചുച്ചിറയിലെ പഴയൊരു പാസ്റ്റർ, അത് മരിച്ചുപോയി.
അദ്ദേഹം ഈ തുണി തയ്ക്കുകയും സുശേഷ ശുശ്രൂഷയും ചെയ്യുന്നൊരു ദേവദാസനായിരുന്നു. ആദ്യത്തെ ചർച്ചകോടിൻ്റെ ഒരു പാസ്റ്ററായിരുന്നു വെച്ചുച്ചിറ. പുള്ളിക്കാരന് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഞങ്ങളുടെ വീടിന് അപ്പുറത്തുണ്ട്. അപ്പോൾ അവിടെ പോകാൻ നേരത്ത് ഞങ്ങളുടെ അതിലേക്ക് കയറി വന്ന് പുള്ളി ഈ സ്നാനത്തെക്കുറിച്ചൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ സംസാരിക്കും. അങ്ങനെ എൻ്റെ സെൽഫ് സ്റ്റഡി കൊണ്ടും ഇദ്ദേഹം പറഞ്ഞതുകൊണ്ടും ഈ വിൽസനുമായിട്ടുള്ള സ്നേഹവും, വിൽസൺ പെന്തിക്കോസ്ത് ആണല്ലോ, അതെ, അങ്ങനെയാണ് ഞാൻ സ്നാനപ്പെടാൻ തീരുമാനമെടുത്തത്. അങ്ങനെ 1970 മാർച്ച് 29 വിശ്വാസ സ്നാനം സ്വീകരിച്ചു. ഈ സുവിശേഷ ശുശ്രൂഷ ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് വചന പഠനത്തിനായിട്ട് പിന്നെ എവിടെ ബൈബിൾ പഠിച്ചത്? ഞാൻ ആദ്യം പഠിക്കുന്നത് കുമ്പനാട് ഹെബ്രോനില്ല. ചർച്ചകോടുകാരനാണെങ്കിലും കുമ്പനാട് വന്ന് പഠിച്ചു. എന്തോ അതിൻ്റെ സാഹചര്യം? അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എനിക്ക് സുവിശേഷ ശുശ്രൂഷ വചനം പഠിച്ചിട്ട് ചെയ്യണമെന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റം ഉണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനെ മനസ്സിരിക്കുക. അപ്പോൾ എൻ്റെ ഒരു ഇടമുറിയിൽ എൻ്റെ ഒരു ബന്ധമുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അപ്പച്ചൻ്റെ വീട്ടിൽ പോയി. അതേ ഒരു പ്രായമുള്ള ഒരാളാണ്. അതേ എന്നോട് ചോദിച്ചു, എന്തോ പരിപാടി? ഞാൻ പറഞ്ഞിങ്ങനെ സഞ്ജീവദേശിയാകാൻ പോകാന്ന് പോകാന്ന് പറയും. അപ്പോൾ അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, സുവിശേഷ വേലയ്ക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അച്ഛന്മാരും ഇങ്ങനെയൊക്കെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളി വിചാരിക്കും അച്ഛനാകാൻ പോകാൻ, അങ്ങനെയൊക്കെ ഉള്ള ചിന്ത വരുമല്ലോ സ്വാഭാവികമായിട്ട്. അതല്ലെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു സഞ്ജീവദേശിയ പുള്ളി എന്നോട് പറഞ്ഞു, വേറെ വല്ല പരിപാടി നോക്കണം, ടൈപ്പോ ഷോർട്ട് ഹാൻഡോ പഠിച്ചിട്ട് വല്ല കയറി പോകാൻ നോക്കാം. മനസ്സിലായി. എൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള, ശരിയാണ്, ബുദ്ധിമുട്ടുള്ള ആളുകളല്ലേ. അതെ. അപ്പോൾ അവർക്കൊരു സഹായമാകട്ടെ, അവർക്കൊരു സഹായമല്ലേ. വലിയ അന്നത്തെ ടൈപ്പ് ഷോർട്ട് ഹാൻഡ് ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ്. അതെ. അപ്പോൾ അങ്ങനെ ടൈപ്പോ ഷോർട്ട് ഹാൻഡോ വല്ല പഠിച്ചിട്ട് കയറി പോകാൻ നോക്കടാ എന്ന് ഇദ്ദേഹം എന്നോട് പറയാം. എൻ്റെ ബന്ധമുള്ള ഒരാൾ എന്നോട് പറയാം. പിന്നെ ഇങ്ങനെ സംസാരിച്ച പുള്ളിക്ക് മനസ്സിലായി ഞാൻ ഇതിനകത്ത് പെട്ടതാ. രക്ഷപ്പെടത്തില്ല, ടൈപ്പ് ഷോർട്ട് ഹാൻഡ് ഒന്നും കേൾക്കത്തില്ല. അപ്പം പുള്ളി ഉടനെ ടൂൺ അങ്ങ് മാറ്റി, എടാ പഠിക്കുകയാണല്ല ഉണ്ണുണ്ണി സാറിൻ്റെ പോയി പഠിക്കണം. കെ എബ്രഹാമിൻ്റെ അടുത്ത് പോയി പഠിക്കണം, ഉണ്ണുണ്ണി സാറിൻ്റെ അടുത്ത് എന്ന് പറയുക. അപ്പോൾ അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് ഈ സൈമൺ സാറും ഉണ്ണുണ്ണി സാറും തമ്മിലുള്ള സംവാദങ്ങളെക്കുറിച്ചൊക്കെ മർത്തോമാക്കാർക്കും യാക്കോബ പഴയ ആളുകൾക്കൊക്കെ അറിയാം. സൈമണെ പോലെ ഒരാളുമായിട്ട് സംവദിച്ചല്ലോ. അപ്പോൾ ഇതാരാന്നുള്ളൊരു പിക്ചർ ഏതാ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ സ്വാധീനം ഇടയിൽ അങ്ങനെ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പുള്ളി അത് പറയുന്നത്. പുള്ളി ജ്ഞാനിയായ ഒരു മനുഷ്യനാണെന്നുള്ള അങ്ങനെയാ പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പഠിക്കണം, ഉണ്ണി സാറിൻ്റെ അവിടെ പോയി പഠിക്കടാ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ണുണ്ണി സാറിൻ്റെ അവിടെ പോയി പഠിക്കാൻ അത് ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ ചെന്ന് ഞങ്ങളുടെ പാസ്വേഡ് പറഞ്ഞു. ഇപ്പോൾ ഏതായാലും പഠിക്കാൻ പോകാനാണല്ലോ. അതെ. പറഞ്ഞ് ഞാനിങ്ങനെ കുമ്പനാട് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചർച്ചക്കോടിൻ്റെ പാസ്റ്റർ എന്നുള്ളതല്ല, അദ്ദേഹം പറഞ്ഞു, മോനെ ചർച്ചക്കോടിൻ്റെ മുളക്കര ബൈബിൾ കോളേജ് ഉണ്ട്, അവിടെ പഠിക്കാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ അവിടെ പഠിക്കാനൊരു താല്പര്യം, ഒരു ചിന്ത വരുന്നു. മോനെ അത് നല്ല കാര്യം, അതായത് നല്ലൊരു ഭാഷയായിരുന്നു, നല്ല കാര്യമാണ് മോനെ പഠിച്ചിട്ട് തിരിച്ച്. അദ്ദേഹത്തിന് വലിയ സഭാ സ്പിരിറ്റ് ഒന്നും എടുത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാക്കേണ്ടതാണ്. മനസ്സിലായി. അപ്പോൾ അങ്ങനെ ഉടനെ അദ്ദേഹം പറയുകയാണ്, മോനെ പഠിച്ചിട്ട് ചർച്ചയിൽ വേല സ്ഥലവും പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഞാൻ പഠിക്കാനല്ലേ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്. കെ എബ്രഹാമിൻ്റെ അടുത്ത് വന്നു. കെ എബ്രഹാം സാറിൻ്റെ അവിടെ വന്നു, അപേക്ഷ കൊടുത്തു, എനിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ ഞാൻ അവിടെ ഇങ്ങനെ പഠിച്ചു. പഠിക്കുന്ന കാലത്ത് എന്നെ പഠിപ്പിച്ച ആളുകളെ കുറിച്ചൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. പാസ്റ്റർ CK ദാനിയേൽ, പാസ്റ്റർ VT ജോസഫ്, പിന്നെ മാത്യു ശമുവേൽ, ജോർജ് ഫിലിപ്പ്, പിന്നെ പാസ്റ്റർ TS എബ്രഹാം. അന്ന് ഞങ്ങളെ തിയോളജി അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആളുകളാണ് പഠിപ്പിക്കുന്നുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എൻ്റെ
നേരത്തെ പഠിച്ച് ആ ഇറങ്ങുന്ന കാലത്തുള്ള വിദ്യാർത്ഥികളെ എനിക്കറിയാം. എൻ്റെ സീനിയർ ജേക്കബ് ജോൺ, IPC പ്രസിഡന്റ് ആയിരുന്നു ജേക്കബ് ജോണ്. പിന്നെ ഡാളസിലുള്ള ഒരു ഡോക്ടർ ജോൺ വർഗീസ്, ഫിലിപ്പ്, അവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. ചില ആളുകൾ ഈ ജേക്കബ് ജോണൊക്കെ എൻ്റെ സീനിയറായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പഠിച്ചു. ആ പഠനം വളരെ അനുഗ്രഹമായിരുന്നു. കാരണം ഇവർ അനുഭവങ്ങളിൽ നിന്നാണ് ഈ പഠിപ്പിക്കുന്നത്. പ്രഗത്ഭരായ ആളുകളാണല്ലോ. പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ ഉമ്മച്ചനപ്പച്ചനും കൊല ക്ലാസ്സുകൾ എടുത്തത്. TG ഉമ്മച്ചൻ ബൈബിൾ കൊണ്ട് അതങ്ങ് വ്യാഖ്യാനിക്കുക. അതെ, ഇൻ്റർപ്രിട്ടേഷൻ. അതെ. അപ്പോൾ അത് പറയുമ്പോൾ ഞാൻ അടുത്ത അവസരത്തിൽ ഇവിടെ ഒരു ടോക്കിൽ ഇങ്ങനെ പറഞ്ഞു, ഈ പണ്ടേ കാലത്ത് ബൈബിള് പഠിപ്പിക്കുന്നതും എഴുതുന്നതും ഇപ്പോൾ എഴുതുമ്പോൾ ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. മറ്റ് പുസ്തകങ്ങളുടെ സഹായങ്ങൾ ഞാനും എഴുതുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അത് അങ്ങനെ ഒക്കത്തുള്ളൂ. നേരത്തെ കാലത്ത് എഴുത്തുകൾ എന്ന് പറയുന്നത് ജോൺ മാർട്ടിയറും പിന്നെ സിപ്രിയനും പഴയ നമ്മുടെ ആദ്യത്തെ ആളുകൾ, ഇവരൊക്കെ എഴുതിയ എഴുത്തുകൾ എന്ന് പറയുന്ന വേദപുസ്തകവുമുണ്ട് ദൈവത്തോടുള്ള ബന്ധു. അതെ, ധ്യാനിച്ചങ്ങ് എഴുതുക. അതൊരു വേറിട്ട എഴുത്തുകളായിരുന്നു. അതെ അതെ അതെ. എഴുത്തുകൾ അങ്ങനെ തന്നെയാണ്. അതെ അതെ. ആ ഉമ്മച്ചൻ ആപ്പച്ചൻ അങ്ങനെ എഴുതുന്നത്. അതെ. അപ്പോൾ അല്ലെങ്കിൽ ഈ വെറും 2ാം ക്ലാസ്സോ 3ാം ക്ലാസ്സോ വരെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നൊരു മനുഷ്യൻ വേദപുസ്തകം വേറെ റെഫറൻസ് ചെയ്യാൻ മറ്റേ ഇംഗ്ലീഷ് അറിയത്തില്ല, മറ്റു പുസ്തകങ്ങളൊന്നുമില്ല, വേദപുസ്തകവും ദൈവത്തോടുള്ള ബന്ധം കൊണ്ട് എഴുതുക. അതേപോലെയാണ് ഈ അധ്യാപകരൊക്കെ അന്ന് പഠിപ്പിക്കുന്നത്. അത് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാസ് തന്നെയായിരുന്നു. വേറിട്ട പഠിപ്പീരായിരുന്നു. അത് വളരെ ശക്തമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഈ സാർപ്പച്ചൻ്റെ പഠിപ്പീരെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ഇങ്ങനെ പഠിപ്പിക്കത്തില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങളെല്ലാവരും കുളിച്ചൊരുങ്ങി റെഡിയായിട്ട് ബംഗ്ലാവിൽ ഇങ്ങനെ പോയി പുള്ളിയുടെ മുന്നിൽ അദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കും. എല്ലാ ആഴ്ചയിലും ഉണ്ട്. ഒരു ദിവസം ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ സമയം ഒരു ക്ലാസ് പോലെ വരുമ്പോൾ സതുപദേശങ്ങളും നല്ല കാര്യങ്ങളും എല്ലാം പറയും. ഗുണപാഠങ്ങളും അങ്ങനെ നല്ല പാഠങ്ങളും അനുഭവങ്ങളൊക്കെ പറയും. പിന്നെ ഒരു കാര്യം കൂടെ പറയാതിരിക്കാനൊക്കത്തില്ല. ഈ പഠനം കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പോകുന്ന സമയത്ത് അപ്പോൾ സാറപ്പച്ചൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിച്ച് അങ്ങ് അനുഗ്രഹം വാങ്ങി പോകാമെന്നല്ല. ഞാൻ അവിടെ ചെന്നപ്പോൾ അപ്പച്ചനോട്, അപ്പച്ച എന്നോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. കാരണം മാത്തുക്കുട്ടി എന്ന് തന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. കാരണം ചേത്തക്ക കീവറീച്ചനൊക്കെ ഈ സാറപ്പച്ചൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടായത്, ഞാൻ ഈ ചേത്തക്കൽ അപ്പുറത്തായത് മർത്തമായി എന്നൊക്കെ വന്നതുകൊണ്ട് എന്നോട് പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽപ്പെട്ട ആളുകൾ ഒക്കെ ഇപ്പോഴും എന്നെ മാത്തുക്കുട്ടി എന്ന് വിളിക്കാറുണ്ട്. അതെനിക്കൊരു സുഖമാണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന്, അപ്പച്ച ഞാൻ ഇങ്ങനെ പോവുക എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആ കർത്താവിൻ്റെ ദാസന് സാർപ്പച്ചന് അദ്ദേഹത്തിന് മുമ്പിൽ നമ്മളെന്തോ അന്നേരം യാതൊന്നുമില്ല. ഞാനവിടെ ഇരുന്നപ്പോൾ എൻ്റെ തലയിൽ കൈവച്ച്, എൻ്റെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം അത്, തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ആ 3 കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകള് ഉമ്മച്ചായൻ്റെ മകള് മേഴ്സി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ അകത്ത് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഒരു അധ്യായത്തിലുണ്ട്. എൻ്റെ കാര്യമല്ല എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അവരുടെ പിതാമഹൻ്റെ അടുത്ത് ചർച്ചോക്കോടിൻ്റെ ഇപ്പോഴത്തെ നേതൃനിലയിലിരിക്കുന്ന PG മാത്യൂസ് എന്നപ്പോൾ സുശേഷ വേലക്കാർക്ക് വേണ്ടിയ കാര്യങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞു. ഈ PG മാത്യൂസ് പല വേദികളിലും പല കൺവെൻഷനുകളിലും അതിനെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. തലേ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചതിനോട് പറയുക, ഒരു നിയോഗമായിട്ട് പറയുക. അപ്പോൾ ആ നിയോഗമായിട്ട് പറയുമ്പോൾ തന്നെ എനിക്കറിയാം ഈ സാറപ്പച്ചൻ അങ്ങനെ ഒരു ഈ ഓർഡിനേഷനൊക്കെ കൊടുക്കുമ്പോൾ ഒരു നിയോഗമായിട്ട് നിനക്ക് ഇതിങ്ങനെ ഉണ്ടായിരിക്കട്ടെ,
നീ പല രാജ്യങ്ങളിൽ പോകട്ടെ, കർത്താവ് പ്രത്യേക ഒരു നിന്നെ അഭിഷേകം വന്ന് പുള്ളി ഒരു പറയാറുണ്ട്. വാക്കുകൾ ഇങ്ങനെ അനുഗ്രഹത്തിന്റെ വാക്കുകൾ, അത് വേദപുസ്തകത്തിലുള്ളതാണ്. അതെ. യഹോവ നമ്മളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ, അതെ, യഹോവ തിരുമ നിങ്ങളോട് പ്രകാശിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ, യഹോവ തിരുമ നിങ്ങളുടെ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ. അങ്ങനെ ഒരു ആശീർവാദത്തിന്റെ വാക്കുകൾ പറയുന്ന ഒരു രീതി പുള്ളിക്കുണ്ടായിരുന്നു, സാറപ്പച്ചനുണ്ടായിരുന്നു. അത് ഒരു ചിന്തയാണ്, അതെ, അങ്ങനെ ലഭിച്ച ഒരു ചിന്തയാണ്. അപ്പോൾ ഇദ്ദേഹം എൻ്റെ തലയെ കൈവച്ചിട്ട് ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞു 3 കാര്യം പറഞ്ഞു. സുവിശേഷ വേലക്കാർക്ക് വിശുദ്ധ ജീവിതമുണ്ടായിരിക്കണം, യെസ്, ദൈവവചനത്തിൽ നിശ്ചയമുണ്ടായിരിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായിരിക്കണം. ഓക്കെ, ഈ 3 കാര്യങ്ങൾ നിന്നിലുള്ളിടത്തോളം കാലം ദൈവം നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കും. സത്യത്തിൽ ഞാനത് പറയുമ്പോഴേ ഞാൻ ഓർക്കുന്നത് ഈ 3 കാര്യം ഇന്നും സുവിശേഷകർക്ക് അത്യാവശ്യമായിട്ടുണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ അല്ലേ? അതെ, അതുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങൾ കുറഞ്ഞിരുന്നു. അതെ അതെ, ഈ 3 തലങ്ങൾ. ഒന്നാമത്തെ ജീവിത വിശുദ്ധി സൂക്ഷിക്കുക എന്ന് പറയുന്നൊരു വലിയ കാര്യം. 2 വചന നിശ്ചയം എന്ന് പറയുന്നത്, വചന നിശ്ചയം. പലർക്കും എന്ത് പ്രസംഗിക്കണം, എങ്ങനെ പ്രസംഗിക്കണം, അതിൻ്റെ കൃത്യമായി അറിയത്തില്ല. ഒന്നുകൂടെ സാങ്കുട്ടി ഒന്നുകൂടെ അത് പറ. അല്ല, സത്യമാണ്. കാരണം വചന നിശ്ചയം എന്ന് പറയുന്നത് ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അതെ, വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നില്ല നമ്മുടെ ആളുകൾ. അതെ അതെ, ഇങ്ങനെ അങ്ങ് പോവുക. അതൊരു പോരായ്മ. കുറച്ച് പ്രസംഗമുണ്ട്, അത് തിരിച്ചും മറിച്ചുമൊക്കെ വെച്ച്. അത് തന്നെ. 3-ാമത്തെ കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസും നിയോഗവും നിറവും ഏറ്റവും പ്രധാനപ്പെട്ട. കെ എബ്രഹാം പറഞ്ഞ ആ കാര്യങ്ങൾ കേരളത്തിലെ പെന്തക്കോസ്ത് പാസ്റ്റേഴ്സിന് ഇന്നും ഒരു മാതൃകയായി നിൽക്കേണ്ടതാണ്. ആ 3 കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കേരളത്തിലെ പെന്തക്കോസ്ത് സമൂഹം അനുഭവിക്കുന്ന അല്ലെങ്കിൽ നേരിടുന്ന പല പ്രതിസന്ധികളും ഒഴിവായി പോയേനെ, അല്ലേ? ആമേൻ ആമേൻ ആമേൻ, തീർച്ചയായിട്ടും. നമ്മൾ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ആ ശുശ്രൂഷയിലോട്ടൊക്കെ പ്രവേശിക്കുന്നത് വരെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ വന്നപ്പോഴാണ് കെ എബ്രഹാം പറഞ്ഞ വാക്കുകൾ, പ്രസക്തമായ ചില കാര്യങ്ങൾ, 3 കാര്യങ്ങൾ പറഞ്ഞു വന്നത്. പറയുമ്പം ഈ ഭാഗം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമ്പം കെ എബ്രഹാമിൻ്റെ ആ വാക്കുകൾക്ക് അന്നത്തേക്കാൾ പ്രസക്തിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യു ആർ റൈറ്റ് സാങ്കുട്ടി, അല്ലേ? അതെ. വലിയ തോതിൽ പെന്തക്കോസ്ത് അപമാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. അതെ, പെന്തക്കോസ്തിനകത്തു നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അതിനകത്തുള്ള പ്രതിസന്ധികൾ കൊണ്ട് പെന്തക്കോസ്ത് സമൂഹ മധ്യത്തിൽ ഒരു കൂത്തുകാഴ്ചയായി മാറുന്ന ഒരു കാലഘട്ടം. അതെ, ആ വാക്കാവും സാങ്കുട്ടി ഉപയോഗിക്കട്ടെ, കൂത്തുകാഴ്ചയായി മാറും. അപ്പോൾ അത് സത്യത്തിൽ കെ എബ്രഹാമിൻ്റെ ഈ വാക്കുകൾ പെന്തക്കോസ്ത് സഭകൾ ഏറ്റെടുത്തിരുന്നെങ്കിൽ, പെന്തക്കോസ്ത് പാസ്റ്റേഴ്സ് ഏറ്റെടുത്തിരുന്നെങ്കിൽ, അതുപോലെ പാലിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സംഭവിക്കുകയില്ലായിരുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കട്ടെ. എനിവേ, പാസ്റ്റർ PG മാത്യൂസിൻ്റെ ജീവിതാനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അദ്ദേഹത്തിൻ്റെ മർത്തോമ പശ്ചാത്തലത്തിൽ നിന്ന് അദ്ദേഹം ഒരു പെന്തക്കോസ്ത് വിശ്വാസത്തിലേക്ക് വരികയും തെരുവിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗിയായി മാറുകയും ചെയ്തതിൻ്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ധാരാളം അനുഭവ ചരിത്രം നമുക്കിനിയും കേൾക്കുവാനുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു സഭാ ശുശ്രൂഷകനായിരുന്നു, സഭാ ലീഡറായിരുന്നു. ആ നിലയിലുള്ള അനുഭവങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കേൾക്കാം.